ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ നസ്രേനാവുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. 2021 നവംബർ മാസം 21 തീയതി ഈ ഞായറാഴ്ചയും ദൈവസനയിൽ ഒരുമിച്ചിരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ നൽകുന്നത് ഓർത്ത് ദൈവത്തിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഓരോ ദിനവും ദൈവത്തിൻ്റെ ദാനമാകിയാൽ നന്ദി അർപ്പണത്തോടുകൂടി ദൈവസനയിൽ നിൽക്കുക, അതാകുന്നു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് ദൈവത്തിൻ്റെ സനയിൽ നിന്ന് ഏറ്റവും വിശ്വസ്തരായിട്ട്, സമർപ്പണമുള്ളവരായി, ആരാധനയും അംഗീകാരമുള്ളവരായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് ടു ഗേൾ ചൈൽഡ് എന്നാണ്. പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് മുഖാന്തരമായ ചിന്താവിഷയത്തിന് അനുസരിച്ചുള്ള വിഷയങ്ങളാണ്, വേദഭാഗങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെ ഉള്ള ചിന്തകളിൽ വ്യക്തമായ ഒരു പഠനം നമുക്ക് നൽകിയിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 17 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായ ഒരു ചിന്തയും നൽകിയിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും സങ്കീർത്തനം 45-ലും ഉള്ള വാക്കുകൾ വളരെ വ്യക്തമായ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് ഈ ചിന്തകൾക്ക് ഉദാത്തമാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ യഹൂദന്മാർ പെൺകുഞ്ഞായിട്ട് ജനിക്കരുത് എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരാണ്. ഒരു പെൺകുഞ്ഞായിട്ട് ജനിക്കുന്നതിനേക്കാളും ഒരു നായായിട്ട് ജനിക്കുന്നതാണ് നല്ലതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താകുന്ന അനുഭവങ്ങളിൽ മനുഷ്യരാശി തന്നെ പെൺകുഞ്ഞുങ്ങളോടുള്ള ഖിന്നത വളരെയധികം വലുതാക്കി തീർത്തിരുന്നു എന്നുള്ളതാണ്. പെൺകുഞ്ഞുങ്ങൾ ഭൂമിയിൽ ജനിക്കരുത്. തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ജനിച്ച ഉടനെ പെൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് നെല്ല് ഇട്ടുകൊടുക്കും. നെല്ല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞ് അകത്തേക്ക് വലിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ശ്വാസകോശത്തിൽ ഈ നെല്ല് നിറഞ്ഞ് മരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. പെൺകുട്ടികൾ ജനിക്കരുത്. ആണുങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. പെൺകുട്ടികൾക്കുള്ള ഒരു ദശകം തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് 1000 പുരുഷന് 1065 സ്ത്രീകളാണ് കണക്ക്. തലം ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ലോകത്തിലാകമാനം മനുഷ്യരാശിക്ക് നിലനിൽപ്പിനും അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും സ്ത്രീയെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ സ്ത്രീ ഇല്ലാതാകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന തലമുറയായിട്ട് മനുഷ്യരാശി ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ അനുഭവമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ വേദപുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ, ഒരുപക്ഷെ പഴയ നിയമം നമ്മൾ ഉടനീളം പരിശോധിച്ചാൽ അവിടെ ചില വ്യക്തികൾക്ക് മാത്രമേ പേരുകൾ നൽകിയിട്ടുള്ളൂ, സ്ത്രീകൾക്ക്. ബാക്കിയുള്ളവർക്ക് നമ്പേഴ്സാണ്. ഒരു കുടുംബത്തിൽ പണ്ട് 10-12 മക്കളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് അവരെ നമ്പേഴ്സാണ് അവർക്ക് നൽകി. 1-ാം നമ്പർ, 2-ാം നമ്പർ, 5-ാം നമ്പർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്പേഴ്സ് കൊടുത്തിരുന്നു. പേരുകൾ ഇല്ലായിരുന്നു. അപ്പോൾ പേരുകൾ പോലും ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യേ ജീവിതം വളരെ കഷ്ടനഷ്ട ശോധനയിലൂടെ കഴിച്ചുകൂട്ടിയ നമ്മുടെ സമശിഷ്ടങ്ങൾ ലോകത്തിൻ്റെ മധ്യേ ഉണ്ടായിരുന്നു. ആണായാൽ ജീവിതത്തിൻ്റെ അഹോവൃത്തിക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല അനുഭവങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്നാണ് പറയപ്പെടുക. എന്നാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ജീവിതം അവൻ കൈവരിക്കപ്പെടേണ്ടുന്നതിന് സ്ത്രീ സമൂഹത്തിൽ താങ്ങായും തണലായും അമ്മയായും സഹോദരിയായും
കുഞ്ഞായും മകളായിട്ടും ഉണ്ടാകണമെന്നുള്ളത് ചിന്തയാണ് വേദപുസ്തകം നൽകിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാലത്തിൽ അതിന് വ്യത്യസ്തമായ ചിന്ത ഉണ്ടായി. യേശു ചെയ്ത പരസ്യ ശുശ്രൂഷയിലും യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് സ്ത്രീകൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പാപങ്ങളെക്കുറിച്ചും അവർ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയും അവരെ പുതിയ ക്രമത്തിലേക്കും മശിഹയെ കണ്ടെത്തുവാനുള്ള ആത്മീക ശുദ്ധിയിലേക്കുമൊക്കെ കൊണ്ടെത്തിക്കുന്നതായിട്ട് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നല്ല ശമര്യസ്ത്രീ എന്ന ഉപമയിലൂടെയും മഗ്ദല മറിയത്തിലൂടെയും മാർത്തയിലൂടെയും മറിയയിലൂടെയും ഒക്കെ വളരെ ശ്ലാഘനീയമായ ചിന്തകളെയാണ് വേദപുസ്തകം വരച്ചു കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ, മക്കൾ നമ്മുടെ അവകാശികളായിട്ട് വളരണമെന്നുള്ളതിന് തന്നെ കാരണമാകുന്നു. ഗവൺമെൻറ്റിൻ്റെ പല കണക്കുകളും രേഖകളും അടിസ്ഥാന പ്രമാണമാക്കി നോക്കുമ്പോൾ സ്ത്രീകൾ സമൂഹത്തിൻ്റെ മധ്യേ മിണ്ടാതിരിക്കണം. കൊരിന്ത്യ ലേഖനം നാം പഠിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ സ്ത്രീ എന്തു ചെയ്യരുത്? സംസാരിക്കരുത്. മൂടുപടം ഇട്ട് വേണം അവൾ ഇരിക്കാൻ. ദൈവത്തെ ആരാധിക്കുമ്പോൾ മൂടുപടം ഇടണം. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള കോൺസിക്വേഷൻസിൻ്റെ ഇടയിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം സുരക്ഷിത അനുഭവങ്ങളിൽ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അതിമഹത്തായ അനുഭവത്തെയാണ് വേദപുസ്തകം വരച്ചു കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ധീരനായ ഒരു വ്യക്തിയായിരുന്നു നയമാൻ. അരാമ്യ പടയെ ജയിച്ചു വന്നപ്പോൾ രാജാവ് ഒരുപാട് വിധത്തിലുള്ള സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും നൽകി നയമാനെ അനുഗ്രഹിച്ചു, അവനെ നന്മയ്ക്ക് ഉടമസ്ഥനാക്കി തീർത്തു. ഒരു പ്രാവശ്യം അവൻ കവർച്ചപ്പടയായിട്ട് വന്ന സമയത്ത്, ഇസ്രായേലിൽ നിന്ന് കവർച്ചപ്പടയായിട്ട് വന്ന സമയത്ത് ഒരു ബാല്യക്കാരത്തെ, ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. അവളെ തൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പെൺകുട്ടി മനോധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നു. അവൾക്ക് പേരില്ല. അതാണ് വാസ്തവം. ഈ പെൺകുട്ടിക്ക് പേരില്ല, ഒരു ബാല്യക്കാരത്തി എന്നുള്ള മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവളെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതായിരുന്നു, അടിമയായിട്ട് പിടിച്ചുകൊണ്ടുവന്നതായിരുന്നു. അടിമ പെൺകുട്ടിയാണ്. അടിമയായിട്ട് പിടിച്ചുകൊണ്ടുവന്നുവെങ്കിലും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് അവൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവളുടെ തീരുമാനത്തിൽ ദൈവഹിതവും പദ്ധതിയും ഉണ്ടായിരുന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണുകയാണ്. അവൾ ഉറച്ച മനസ്സുള്ളവളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും കിട്ടിയിരുന്നുവെങ്കിലും നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. നയമാൻ്റെ കുഷ്ഠം മാറ്റുവാൻ തക്കവണ്ണം ഒരു മരുന്നിനും സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് അവന് ഏറെ മനസ്സിനകത്തുള്ള വേദനയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ പെൺകുട്ടിയാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനോധൈര്യമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് അവൾ യജമാനത്തിയോടുകൂടെ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഈ യജമാനൻ ഒന്ന് പോയിരുന്നു എങ്കിൽ അവന് സൗഖ്യം വരുമായിരുന്നു. ഒരുപക്ഷേ അവളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനയും ദുഃഖവും ഉളവാക്കിയ മനുഷ്യനായിരുന്നു നയമാൻ. കാരണം തന്നെ അടിമയായിട്ട് പിടിച്ചുകൊണ്ടുവരികയായിരുന്നു, കവർച്ചയായിട്ട് കൊണ്ടുവരികയായിരുന്നു. സ്വതവേ ഇഷ്ടത്തോട് അവൾ ഇറങ്ങി പുറപ്പെട്ട് വന്നതല്ല, മറിച്ച് അവളെ നിർബന്ധ ബുദ്ധിയിൽ കൊണ്ടുവന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിനെക്കുറിച്ചുള്ള അലംഭാവങ്ങളൊന്നും അവളുടെ ജീവിതത്തിൽ തോന്നിയില്ല. പക്ഷേ ആയിരുന്ന സ്ഥലത്ത് യജമാനത്തിയോടൊപ്പം, ആ കുടുംബത്തോടൊപ്പം അവൾക്ക് ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്നും ആ ഇസ്രായേലിൽ ഉള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രവാചകനുണ്ടെന്നും ആ പ്രവാചകൻ വിചാരിച്ചാൽ ഈ മനുഷ്യൻ്റെ രോഗം മാറുവാൻ തക്കവണ്ണം കഴിയുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവളൊരു ദൈവ പൈതലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ സമൂഹത്തിൽ
ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് വളരപ്പെടുന്ന ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ നമുക്ക് കാണുക അസാധ്യം തന്നെയാണ്. എല്ലാവരും വിശ്വാസ ജീവിതമുള്ളവരാണ്. പക്ഷേ മനോധൈര്യത്തോടുകൂടെ തങ്ങളെ അവളുടെ ജീവിതത്തെ സകലവിധ നന്മയിൽ നിന്നും ഉപദ്രവിച്ച, വേദനിപ്പിച്ച ആ മനുഷ്യനോട് സഹതപിച്ച് അവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം മുൻകൈയെടുക്കുന്ന പെൺകുട്ടിയുടെ ജീവിതമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുകയാണ്. തീർച്ചയായും ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ മറ്റുരയ്ക്കേണ്ടുന്ന അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായ ചിന്തയായിട്ട് വേദപുസ്തകം നമ്മെ വരച്ച് കാണിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മനോധൈര്യമുള്ള പെൺകുട്ടികളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൻ്റെ മധ്യേ വളരട്ടെ. മനോധൈര്യമുള്ള കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ ജീവിതത്തിന് വ്യക്തിമുദ്ര പതിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗത്തിലെ ദൈവം നൽകി അവരെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയാകും. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഊസ് ദേശത്ത് നിഷ്കളങ്കനും നീതിമാനുമായി ജീവിച്ചിരുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് 7 ആൺമക്കളും 3 പെൺമക്കളെയും നൽകി ദൈവം അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിരുന്നു. ഒരുപാട് സ്വത്ത് വകകൾ കൊണ്ട്, ആട് മാടുകൾ കൊണ്ട്, കഴുതകൾ കൊണ്ട്, ഒട്ടകങ്ങൾ കൊണ്ട് വളരെ സമ്പന്നനായിരുന്നു ഈ പിതാവ്. ഈ പിതാവിൻ്റെ മക്കളെ താൻ സ്നേഹിച്ചിരുന്നു. അവർ ഒരിക്കലും പാപത്തിൽ മലീമസപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച്, അഥവാ അവർ ഒരുമിച്ച് കൂടുമ്പോൾ പാപം ചെയ്തു പോയോ എന്ന് പോയേക്കാം എന്നുള്ള ചിന്തയിൽ എല്ലാ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ മുമ്പാകെ പാപയാഗം കഴിച്ച് അവരെ ശുദ്ധീകരിക്കുന്ന ഒരു പിതാവായിരുന്നു ഊസ് ദേശത്ത് താമസിച്ച നിഷ്കളങ്കനും നീതിമാനുമായ ദൈവഭക്തനായ ഇയ്യോബ്. അദ്ദേഹത്തിൻ്റെ 3 പെൺകുട്ടികളെ കുറിച്ച് പറയുന്നു. 3 പെൺകുട്ടികൾക്കും അപ്പൻ്റെ അവകാശത്തെ തുല്യമായി കൊടുത്ത ഒരു പിതാവിനെ കുറിച്ചുള്ള ദർശനത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുക. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായ പഠനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇയ്യോബ് തൻ്റെ ആൺമക്കൾക്ക് ഓഹരി കൊടുത്തതുപോലെ തൻ്റെ പെൺമക്കൾക്കും ഓഹരി കൊടുത്തു എന്നുള്ളതാണ്. ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് അപ്പൻ്റെ അവകാശത്തിന്, അപ്പനുള്ള സ്വത്ത് വകകൾക്ക് പെൺമക്കൾക്കും അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി ഒരു പരമോന്നതമായ വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ വിധി പുറപ്പെടുവിക്കുവാനുള്ള കാരണം വേദപുസ്തകമായിരുന്നു. അടിസ്ഥാനപരമായ വേദപുസ്തകത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം രാജ്യത്തിൻ്റെ പരമോന്നത കോടതി അവർ ഇത്തരത്തിലുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൻ്റെ അവകാശത്തിൽ മറ്റുള്ള മക്കളെ പോലെ പെൺമക്കൾക്ക് അവകാശമുണ്ട്. അത് ഏറ്റവും സംഗതിയായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ് ചെയ്തു എന്നുള്ളതാണ്. പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കേണ്ടവരല്ലേ, അവർക്ക് എന്തിനു കൊടുക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തെങ്കിലും കുറച്ച് കൊടുത്ത് അങ്ങ് അയക്കണം. അവരുടെ ജീവിതം പിന്നെ വേറെ ഒരു സ്റ്റേജിലാണ്. നമ്മളോടൊപ്പം അല്ല ജീവിക്കുന്നത്, കുടുംബത്തോടൊപ്പം അല്ല ജീവിക്കുന്നത്. അവർ വേറൊരു കുടുംബമായിട്ട് അവരുടെ ജീവിതം പ്രത്യേകമാണ്. പക്ഷേ അവർ വേറിട്ട് ജീവിച്ചാലും, അവർ പ്രത്യേകമായിട്ടുള്ള ജീവിതക്രമങ്ങൾ പൂർത്തീകരിച്ചാലും അവകാശത്തിൻ്റെ ഓഹരി കൊടുക്കുവാൻ തക്കവണ്ണം പിതാവ് ബാധ്യസ്ഥനാണ് എന്നുള്ളത് ഇയ്യോബ് കണ്ടെത്തുകയും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ് അത് നിറപടിയായിട്ട് നടപ്പിലാക്കുകയും ചെയ്തു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും നാം പ്രാപിച്ചു കഴിഞ്ഞു. ഈ ലോകപ്രകാരമുള്ള ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചവരായ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയുടെ വറ്റാത്ത അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നെത്തിയിട്ടുണ്ട് എങ്കിൽ, ഒരു അവകാശി എന്നുള്ള നിലയിൽ, അപ്പൻ്റെ അവകാശി എന്നുള്ള നിലയിൽ ദൈവത്തോട് ചേർന്നുള്ള ഏറ്റവും അതിമഹത്തായ അനുഭവത്തെ
നമ്മൾ ചെയ്തു കാണിക്കണമെന്നുള്ളത്. പ്രതിഫലം നിശ്ചയമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിശ്ചയമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവികമായ കൃപയുടെ അടയാളത്തിൽ നിന്ന് ഓഹരി കൊടുക്കാൻ തക്കവണ്ണം കടമപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പെൺമക്കളെ എങ്ങനെയെങ്കിലും കാണരുതേ. അവർ കാണപ്പെട്ട മറ്റുള്ളവരെ പോലെ ഏറ്റവും നല്ല ജീവിതത്തിന് ഉടമസ്ഥരായി തീരണമെന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ പെൺമക്കൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന അപ്പന്മാരുമുണ്ട്. ആൺമക്കളേക്കാൾ പെൺമക്കൾക്ക് ഏക്കർ കണക്കിന് സ്വത്തും അതിനനുസരിച്ചുള്ള ഓർണമെൻറ്റ്സും അതിനനുസരിച്ചുള്ള സാമ്പത്തിക ശേഷിയും ഒക്കെ നൽകി പെൺമക്കളെ തന്നെ അവരുടെ പഠനത്തിനനുസരിച്ച് ഔദ്യോഗികമായ തലങ്ങളിലേക്ക് ജോലി സാധ്യതകൾ കിട്ടുന്ന പോസ്റ്റുകളിലേക്ക് കണ്ടെത്തി ഒക്കെ നിയമനം നടത്തുന്നതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് ഏറെ വിഭിന്നമായ ഒരു ചിന്താഗതിയും മനോഭാവവും ഇന്ന് നമ്മുടെ നിലനിൽപ്പിൽ ലോകത്തിൻ്റെ മധ്യേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടിസ്ഥാന പ്രമാണമായ അനുഭവം, ദൈവത്തോടുള്ള മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് തുല്യമായി അപ്പൻ്റെ ഓഹരിയെ പെൺമക്കൾക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറെടുക്കുന്ന പിതാവിൻ്റെ ആത്മീക പരിശുദ്ധിയെക്കുറിച്ചാണ് കാണുവാൻ സാധിക്കുന്നത്. യോബിന് ദൈവം ഇരട്ടിയായിട്ടുള്ള പ്രതിഫലം നൽകിയതാണ്. ആടുമാടുകളുടെ വർധനവ് ഒരുപാടായിരുന്നു. നിസ്സാരക്കാരനായിരുന്നില്ല ഊസ് ദേശത്തെ യോബ്. ഒരുപാട് പ്രതികൂലങ്ങൾ യോബിൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അതായിരുന്നു ഏറ്റവും വലിയ ക്വാളിറ്റി. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, ഗുണമെന്ന് പറയുന്നത്, നാം ദൈവത്തെ തള്ളിപ്പറയുന്നു, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനാണ് ദൈവമെന്ന് നമ്മൾ പറയുന്നു, ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നുമില്ല. ഇത്തരുണത്തിൽ ദൈവത്തിൽ നിന്നുള്ള വൻ കൃപകളെ പ്രാപിക്കേണ്ടുന്ന മനുഷ്യരാശി ദൈവത്തിൽ നിന്ന് അകന്നു മാറിയിട്ട് തിന്മ പ്രവർത്തികൾ ചെയ്തിട്ട് ഈ ലോകപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് സൃഷ്ടിതാവായ ദൈവത്തോട് കൂറും നന്മയും പുലർത്തുവാൻ തക്കവണ്ണം കടമപ്പെട്ടവനായി തീരേണ്ടവൻ അതിനെതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ ഓഹരി നീ നിന്റെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എത്ര കാലം അവർ ജീവിച്ചിരുന്നാലും അതിനു മുമ്പേ അവർക്ക് കിട്ടേണ്ടുന്ന ഓഹരിയായിരുന്നു അവർ കൊടുക്കേണ്ടത് എന്നുള്ളത് ഓർമ്മയിൽ സൂക്ഷിക്കുക. നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പോൾ ചെയ്തു, ഏതായാലും സമയം താമസിച്ചുവെങ്കിലും അത് എൻ്റെ ഉത്തരവാദിത്വത്തിലായിരുന്നു, ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഓർമ്മയിൽ നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ലക്ഷണം പറയുന്ന ഒരു ബാല്യക്കാരത്തി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ലക്ഷണം പറയുന്ന ആ പെൺകുട്ടിയെ ഉപജീവന മാർഗമായിട്ട് അന്നത്തെ നാട്ടുപ്രമാണികൾ ഉപയോഗിച്ചിരുന്ന സ്ത്രീയായിരുന്നു. അവൾ ലക്ഷണം പറയും. അതിന് ഒരു ഫീസുണ്ട്. ലക്ഷണം പറഞ്ഞു കിട്ടുന്ന ഫീസൊക്കെ ആര് കൊണ്ടുപോകും? അവൾക്ക് കുറച്ച് കൊടുക്കും, ബാക്കിയുള്ളതെല്ലാം ഈ പ്രമാണിമാർ കൊണ്ടുപോകുമായിരുന്നു. ഒരിക്കല് പൗലോസും ശീലാസും ഒരുമിച്ച്, അവരെ ശുശ്രൂഷക്കാർ, അപ്പോസ്തലന്മാർ ഒരുമിച്ച് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ ഈ പെൺകുട്ടി എതിർപെട്ട്, നിങ്ങൾ ദൈവപുത്രന്മാരല്ലേ? ഒരു അലംഭാവത്തോടുകൂടെയുള്ള സംസാരം അവൾ സംസാരിക്കുകയാണ്. അവരെ കളിയാക്കുന്നത് പോലെയാണ് സംസാരിച്ചത്. അപ്പോസ്തല പ്രവൃത്തി വ്യക്തമായിട്ട് അത് നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പുതിയ അനുഭവം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഈ ലക്ഷണം പറയുന്ന പെൺകുട്ടിയെ, പ്രമാണിമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ, അവളെ ഉപയോഗിച്ച് കിട്ടിയിരുന്ന സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇഷ്ടമായിരുന്നില്ല പല കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിൽ
നടന്നുകൊണ്ടിരുന്നത് എന്ന് ഈ അപ്പോസ്തലന്മാർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർ ശക്തമായ ചിന്തയിൽ അവളിൽ ഉണ്ടായിരുന്ന ഭൂതത്തെ ഒഴിപ്പിക്കുകയായിരുന്നു. അവളിലുണ്ടായിരുന്ന ഭൂതത്തെ അപ്പോസ്തലന്മാർ ഒഴിപ്പിച്ചു. അവൾ അപ്പോഴാണ് ക്ലിയറായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് മാറിയത്. ഇവൾ ലക്ഷണം പറഞ്ഞുകൊണ്ട് കിടന്ന് അവളുടേതായിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരുന്നില്ല. പിന്നെയോ അവളെ ഉള്ളിലുണ്ടായിരുന്ന ഭൂതം, പിശാച് അവളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടാണെന്നതാണ്. അതിൽ നേട്ടമുണ്ടായിരുന്നത് അവിടുത്തെ പ്രമാണിമാർക്കായിരുന്നു. നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരാശിയെ നഷ്ടപ്പെടുത്തുന്നവർ ഇന്നും സമൂഹത്തിൻ്റെ മധ്യമുണ്ട്. തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ചിലരെ മുമ്പോട്ട് പറഞ്ഞയക്കും. അതുവഴി പ്രലോഭനങ്ങൾ ഉണ്ടാക്കി അതുവഴി നന്മ കരസ്ഥമാക്കുക നമ്മൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വാർത്താമാധ്യമ ചാനലുകളിലൂടെ നമ്മൾ സശ്രദ്ധം വീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകുകൊണ്ടൊക്കെ കഴിയും. ചിലരെ ഇറക്കി വിടും. അതിൻ്റെ പിന്നിൽ ചില ക്ഷുദ്ര ശക്തികളുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. അവർ ഇത് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇവളിലുള്ള ഭൂതത്തെ അപ്പോസ്തലന്മാർ മാറ്റുകയാണ്. മാറിപ്പോകുവാണ്ടൊക്കെ വേണം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിശാച് അവളെ വിട്ടുപോയി. ഒരു പൂർണ്ണ ജീവിതമുള്ള അനുഭവത്തിൽ ലക്ഷണം പറയുന്ന ഈ പെൺകുട്ടിയെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ സൽപ്രവൃത്തിയും ധർമ്മവും ചെയ്ത് പ്രവർത്തിച്ച ഒരു തബീതയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ ദാനധർമാദികൾ ചെയ്ത് ജീവിച്ചവളായിരുന്നു. ഇങ്ങനെ സ്ത്രീകൾ ലോകത്തിൻ്റെ മധ്യേ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളെ പ്രാപിച്ചുകൊണ്ട് അതിവിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി കൊള്ളാകുന്നവരായിട്ട് മാറി. അവളുടെ ജീവിതം ശ്രേഷ്ഠകരമായി തീരുവാൻ തക്കവണ്ണം പേടമാൻ എന്നായിരുന്നു തബീത എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ തബീതയുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഭയങ്കരമായിരുന്നു. അവൾ ദാനധർമാദികൾ നൽകി ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ നടന്ന് വിശ്വസ്തരായി പ്രവർത്തിച്ച് നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോൾ അതിലൂടെ ഒരു പുതിയ മാനവികത പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. 4-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് കനാന്യ സ്ത്രീയുടെ നിലവിളിയായിരുന്നു. സോർ സീദോൻ വഴി യാത്ര ചെയ്യുമ്പോൾ യേശുവും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു കനാന്യ സ്ത്രീ നിലവിളിയോടുകൂടെ കരഞ്ഞുകൊണ്ടേയിരുന്നു. നിലവിളിച്ച് കരഞ്ഞു. അവളുടെ നിലവിളി അവളുടെ മകളുടെ ഭൂതോപദ്രവം മാറണം, അതായിരുന്നു. അവൾക്കൊരു റീസൺ ഉണ്ടായിരുന്നു, ഒരു കാരണമുണ്ടായിരുന്നു. മകളുടെ ഭൂതോപദ്രവം. യേശു സൗഖ്യദായകനാണ് എന്നും യേശുവിലൂടെയുള്ള സൗഖ്യം പെട്ടെന്ന് ലഭിക്കുമെന്നും ഈ ലോകത്തിൽ മരുന്നിനും വൈദ്യനും ചെയ്യുവാൻ പറ്റാത്തത് സ്വർഗത്തിലെ ദൈവമായ തൻ്റെ ഏക പുത്രനായ യേശുവിൽ ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നു എന്ന് അവൾ വിശ്വസിച്ചു. അവൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച ഈ കനാന്യ സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ വന്നത്. അവൾക്ക് വിശ്വാസമില്ലാതെ വന്നതല്ല. അവൾ പൂർണ്ണമായി യേശുവിൽ വിശ്വസിച്ചിരുന്നു. ആത്മീക ദൃഢതയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു അമ്മയുടെ കണ്ണുനീരാണ് കനാന്യ സ്ത്രീയിൽ കാണുക. എപ്പോഴും നിലവിളിക്കുന്നത് അമ്മമാർ തന്നെയാണ് കേട്ടോ. അപ്പന്മാർക്ക് അത്രത്തോളം ദൈവസേനയിലിരുന്ന് നിലവിളിക്കുന്ന പതിവില്ല. എന്നാൽ അമ്മമാർ, കരയുന്ന ഒരമ്മയുണ്ട് വീട്ടിലുണ്ടെങ്കിൽ മക്കൾ ഐശ്വര്യമായിട്ട് അവരുടെ ജീവിതങ്ങളിൽ വളരപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അവരുടെ യാത്രകളെ, പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർത്ത്
ഓരോ നിമിഷവും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ നെടും തൂണുകളാണ്, മറന്നു പോകരുത്. അതുകൊണ്ട് പെൺകുട്ടികൾ, അമ്മമാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അവർ അനുഗ്രഹീതരായിട്ട് നിലനിൽക്കേണ്ടുന്നത് ആവശ്യകത ലോകത്തിൻ്റെ മധ്യ കർത്താവ് വരച്ചു കാണിച്ചിരിക്കുകയാണ്. ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ഈ കനാന്യ സ്ത്രീ അവളുടെ വിശ്വാസത്തെ ദൈവത്തിൻ്റെ മുമ്പാകെ യേശു കർത്താവിൻ്റെ മുമ്പിൽ പ്രകടമാക്കുകയാണ് നിലവിളിയോടുകൂടെ. യേശു മിണ്ടാതെ പോവുകയാണ്. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, ഈ സ്ത്രീ ഏറിയ നേരം കൊണ്ട് നമ്മോടെ പിന്നാലെ വന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു കർത്താവ് ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല. കുറച്ചു ദൂരം നടന്നു. വീണ്ടും ഇവൾ നിലവിളിച്ച്, ആ നിലവിളിയുടെ ശബ്ദം കേട്ടിട്ട് ശിഷ്യന്മാർ വീണ്ടും പറയുകയാണ്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ആ പറഞ്ഞിൻ്റെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിലാണ്. 24-ാം വാക്യത്തിൽ അതിന് യേശു ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാണാതെ പോയ, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു കർത്താവ് പറയുകയാണ്. ശിഷ്യന്മാർ മുട്ടിപ്പായിട്ട് ഈ സ്ത്രീയെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ നിലവിളിയുടെ ശബ്ദം അവർക്ക് അസഹ്യമായിരുന്നു, സഹിക്കാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് പറയുകയായിരുന്നു, എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞയക്കണമേ. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ ദൈവം അയച്ചിട്ടില്ല. കർത്താവ് വീണ്ടും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനം നൽകുകയാണ്. എന്നാൽ അവൾ വന്ന്, കർത്താവെ എന്നെ സഹായിക്കണമെന്ന് നിലവിളിക്കുന്ന അനുഭവം അവൾ മാറ്റി. ഒന്ന്, നിലവിളിച്ചു. രണ്ടാമതവൾ ആ സ്റ്റേറ്റ്മെൻറ്റ്, നിലവിളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ട് പറഞ്ഞു, എന്താണ്? എന്നെ സഹായിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. 25-ാം വാക്യത്തിൽ, എന്നാൽ അവൾ വന്ന്, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു യേശുവിനെ നമസ്കരിച്ചു. എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിച്ചു കനാന്യ സ്ത്രീ. 26-ാം വാക്യം, യേശു മറുപടി പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. മക്കളുടെ അപ്പം എടുത്ത് ആരെങ്കിലും നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുമോ? ഇട്ടുകൊടുക്കില്ല. അത് മക്കൾ തിന്ന് തൃപ്തരാകണം. പോഷക ഗുണമുള്ള ആഹാരം പട്ടിക്ക് ആരെങ്കിലും കൊടുക്കുമോ? അത് മനുഷ്യനാണ് കഴിക്കേണ്ടുന്നത്. പക്ഷേ ഈ വിശ്വാസമുള്ള ഈ കനാന്യ സ്ത്രീയുടെ ആത്മീകത യേശു ക്രിസ്തുവിൻ്റെ ഈ വാക്കിൽ അവൾ കയറി പിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അവൾ പറയുകയാണ്, അതിന് അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടെന്നല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ ഇൻട്രസ്റ്റിംഗ്, അമേസിംഗ് ആയിട്ടുള്ള ചിന്തയാണ്. കനാന്യ സ്ത്രീ പറയുകയാണ്, അല്ലയോ കർത്താവേ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വിടുന്ന നുറുക്കുകൾ കിട്ടുന്നല്ലോ. എല്ലിൻ കഷണങ്ങൾ, വേസ്റ്റായിട്ടുള്ളതെല്ലാം മേശയിൽ നിന്ന് വിടുന്നതൊക്കെ ആർക്ക് കിട്ടും? നായ്ക്കുട്ടികൾക്ക് കിട്ടും. അത് മതി, എനിക്ക് മൂല്യതയുള്ള ഫുഡ് വേണ്ട കർത്താവേ. മേശയിൽ നിന്ന് വിടുന്ന നുറുക്കുകൾ മാത്രം മതിയെന്ന് ഈ കനാന്യ സ്ത്രീ പറയുവാൻ തക്കവണ്ണം ഇടയായി. ഒരു ആത്മീക ചിന്തയാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഈ ലോകപ്രകാരം പലരും ആഗ്രഹിക്കുന്നത് സമൃദ്ധമായ നന്മ എനിക്ക് തരണമേ എന്നാണ്. പക്ഷേ ഈ സ്ത്രീ ആകട്ടെ, എനിക്ക് സമൃദ്ധമായതൊന്നും വേണ്ട കർത്താവേ, മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ, ആർക്കും വേണ്ടാത്തത്, ആ നുറുക്കുകൾ എനിക്ക് നൽകിയാൽ മതി എന്നുള്ള വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ പറയുകയായിരുന്നു. അവളുടെ ആ വാക്കുകൾ പറഞ്ഞവൾ തീർന്ന ഉടനെ യേശു കർത്താവ് പ്രതികരിക്കുകയാണ്. അതിനെ പറഞ്ഞു, യേശു അവളോട്,
സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. സ്ത്രീയെ, അല്ലയോ ബഹുമാനിക്കപ്പെട്ടവളെ, ബഹുമാനാർത്ഥമാണ് സ്ത്രീയെ എന്ന് വിളിച്ചത്. യേശുവിൻ്റെ അമ്മയും യേശു സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്തു. അതിൽ ബഹുമാനം കൊടുത്താ പറഞ്ഞ, ബഹുമാനിച്ചുകൊണ്ട് പറയുക, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നീ വലിയതല്ല ആഗ്രഹിച്ചത്, ഉടയവന്റെ മേശയിൽ നിന്ന് വിടുന്ന ചെറിയ നുറുക്കുകൾ മതി എന്ന് നീ ആഗ്രഹിച്ചു. നിന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി, നിന്റെ മകളുടെ ഭൂതോദ്രവം മാറുവാൻ വേണ്ടി, അവളെ ബാധിച്ചിരിക്കുന്ന ആ രോഗത്തിൻ്റെ എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിയുന്നതിന് വേണ്ടി, ദുരാത്മാവ് കൊണ്ടിട്ടിരിക്കുന്ന ആ രോഗാത്മാക്ക് മാറുവാൻ തക്കവണ്ണം നീ ആഗ്രഹിച്ചത് നുറുക്കുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് നിന്നിലെ നുറുക്കുകൾ നൽകി നിന്നെ പുതുജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ആ നിമിഷം തന്നെ അവളുടെ വിശ്വാസ ജീവിതം കണ്ട് കർത്താവ് പറഞ്ഞു, ഇതുപോലെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അവളുടെ വിശ്വാസം അനുസരിച്ച് അവൾക്ക് സൗഖ്യം വന്നു. അവളുടെ മകളുടെ സൗഖ്യം വന്നു. യേശു കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഒറ്റ വാക്കിനാലാണ് സൗഖ്യം വന്നത്. യേശു നിന്റെ മകൾക്ക് സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞില്ല, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ ജീവിതത്തിൽ നീ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും നല്ലതാണ്, ഉചിതമായതാണ് നീ തീരുമാനിച്ചത്. നായ്ക്കുട്ടികളുടെ കിട്ടേണ്ടുന്ന ഓഹരി യജമാനന്റെ മേശയിൽ നിന്ന് വിടുന്ന നുറുക്കുകൾ തന്നെയാണ്. നിന്റെ വിശ്വാസം വലിയതാണ് എന്ന് പറഞ്ഞു. കർത്താവ് ആ വാക്കുകൾ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്നാണ്. കനാന്യ സ്ത്രീയുടെ കണ്ണുനീരും നിലവിളിയും അപേക്ഷയും ഉപേക്ഷിക്കാതെ കാത്ത ഒരു യേശു കർത്താവ്, കവർച്ചപ്പടയായിട്ട് പിടിച്ചുകൊണ്ടുവന്ന ബാല്യക്കാരത്തി പെൺകുട്ടി യജമാനന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്നും ഇസ്രായേലിൽ ദൈവത്തെ ഭജിക്കുന്ന ഒരു പ്രവാചകനുണ്ട് എന്നും അവൻ്റെ അടുക്കൽ പോയാൽ ഇവൻ്റെ കുഷ്ഠം മാറുമെന്നും പറയുവാൻ തക്കവണ്ണം ഇടയാക്കി. ഇയ്യോബിൻ്റെ മക്കളെ ഇയ്യോബ് തൻ്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുത്തി ഏറ്റവും അനുഗ്രഹമാക്കി. തൻ്റെ സമ്പത്തിൽ എല്ലാം അപ്പൻ്റെ അവകാശങ്ങളെ മക്കൾക്ക് തുല്യമായിട്ട് പകുത്തു കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. പ്രശ്നം പറഞ്ഞ് ജീവിച്ചിരുന്നവൾ അവളുടെ ജീവിതത്തിലേക്ക് അവളെ ഭൂതോദ്രവമാക്കി അവളെ പുതിയ പ്രത്യാശയിലേക്ക് നയിച്ചു. ഈ കനാന്യ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് അവളുടെ മകളുടെ ഭൂതോദ്രവം മാറുവാൻ യേശു കർത്താവിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടുകൂടെ അവൾ യാചിച്ചു, നിലവിളിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മളെ പെൺമക്കളെ നമുക്ക് കരുതാം. അവരാ നാളത്തെ നമ്മളുടെ ഏറ്റവും വലിയ ആത്യന്തികത. അവരാ നമ്മെ സഹായിക്കേണ്ടുന്നത്. നമ്മളെ രോഗാതുരമായ അവസ്ഥയിൽ നമ്മെ സഹായിക്കുന്നത് ആൺമക്കളായിരിക്കില്ല, കൂടുതലും പെൺമക്കളായിരിക്കും. അവരെ തള്ളിക്കളയേണ്ട. അവർക്ക് ഓഹരിയും പങ്കും കൊടുക്കുമ്പോഴൊക്കെ തുല്യമായിട്ട് അപ്പനുള്ളതൊക്കെയും തുല്യമായിട്ട് കൊടുക്കുവാൻ മനസ്സുള്ള പിതാക്കന്മാരായി ശ്രേഷ്ഠകരമായ ജീവിതത്തിന് ഉടമസ്ഥരായി ലോകത്തിൻ്റെ മധ്യ വർദ്ധിച്ച് ദൈവകൃപ അന്വേഷിക്കുന്നവരും കണ്ടെത്തുന്നവരും ദൈവത്തോട് പറ്റിച്ചേരുന്നവരും ഇഴുകി നിൽക്കുന്നവരുമായി തീരുവാൻ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ പെൺമക്കൾ നമ്മുടെ അവകാശമാണ്. ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളാണ്. ഉദരഫലം അവിടുത്തെ പ്രതിഫലമാണ്. വീരൻ്റെ കയ്യിലസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെ ആകുന്നു ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷനാണ് ഭാഗ്യവാൻ എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് നിലനിൽക്കുവാൻ പ്രാർത്ഥനയുടെ കരങ്ങൾ അവരെ ഏൽപ്പിച്ച് വിശ്വസ്ത സാക്ഷികളായി നിലനിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസത്തിലും ദൈവവചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി. അവിടുത്തെ വചനമനുസരിച്ച് ജീവിപ്പാൻ, പെൺമക്കൾക്ക് വേണ്ടി കരുതുന്നവരായി തീരുവാൻ, അവർക്ക് ഓഹരി കൊടുക്കുന്നവരായി തീരുവാൻ,
അവരെ ജീവിതത്തിൽ പങ്കാളിത്തമുള്ളവരാക്കി മുഖ്യധാരയിൽ നിലനിർത്തുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. മഹത്വമുള്ള നന്മകളാൽ യഥാസ്ഥാനപ്പെടുത്തണം. യേശുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.